ഇൻഡസ്ട്രി ലീഗലാണ്, സർക്കാർ ഒപ്പം കൊണ്ടുവരുന്ന മുഖ്യമന്ത്രിയുടെ പടം വെച്ചൊരു പരസ്യം വരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു. 6 പത്രങ്ങളിൽ വന്നില്ലേ? വിശ്വസിച്ചൂടെ? എന്നാ അടുത്ത പ്രഖ്യാപനം നടത്താൻ പോകുന്നത്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലീഗൽ കമ്പനി ലിസ്റ്റ് അടുത്ത 2 മാസത്തിനിടെ നമ്മൾ പുറത്തുവിടും. വിടുവിക്കും സർക്കാരിനെ കൊണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 19-ാം തീയതി സർക്കാർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും സംരക്ഷണം നൽകാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു. അത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആ പരിപാടിക്ക് പങ്കെടുത്ത കുറെ ആളുകൾ കൂടുതലുണ്ട്. പോയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ 6000 ചെയറായിരുന്നു കൊണ്ടുവച്ചത്. എന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞ് ഇവന്മാരെ തള്ളു നിങ്ങൾ നോക്കണ്ട, ആള് കുറച്ചേ വരുള്ളൂ. അതുകൊണ്ട് 3000 ചെയർ നിരത്തിയാൽ മതി, ബാക്കി സൈഡാക്കിടാൻ. പക്ഷേ പരിപാടി വെച്ചത് 5:30-ന് 3 മണിയായപ്പോൾ ഒറ്റ ചെയർ ബാക്കിയില്ല. അവിടുത്തെ ഹാളും പുറത്തുള്ള ഗ്രൗണ്ടും മുഴുവനും ഒരു 10,000-ഓളം ആളുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വന്ന് നിറഞ്ഞു. അത് കണ്ടപ്പോൾ സംസാരിക്കുന്ന MLA-മാര് പറയാണ്, ഈ മേഖലയിൽ ഇത്രയും ശക്തിയുള്ള ആളുകളുണ്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ മേഖല ട്രേഡ് യൂണിയൻ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. സഖാവ് പിണറായി വിജയൻ നടുക്കൂട് നടന്നു വരുന്ന സമയത്ത് പുള്ളി നോക്കുന്നത് കണ്ടാൽ തോന്നുന്നു താഴേക്കാണ്. പുള്ളി ചുറ്റും നോക്കിയിട്ടുണ്ട്, ഈ സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പിച്ചോ, വിടുവിക്കും സർക്കാരിനെ കൊണ്ട്. അതിലെത്ര കമ്പനി ഉണ്ടാവും പറയാൻ എന്നെ കൊണ്ടാവില്ലേട്ടാ. ചിലപ്പോ 40 പേര് രജിസ്റ്റർ ചെയ്യും, ചിലപ്പോ 20 ആവും, ചിലപ്പോ 10 ആവും, 5 ആവാം, 4 ആവാം, 3 ആവാം, 2 ആവാം. ഒരൊറ്റ കമ്പനിയുടെ പേരുള്ളെങ്കിൽ അത് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ആയിരിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട. വെറുതെ ഇറങ്ങിയതല്ല, തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയത് തന്നെയാ. ഇതിനകത്ത് നേട്ടം ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ, കൂടെ വന്നവരെ പ്രൊട്ടക്ട് ചെയ്തേ മുമ്പോട്ട് പോവുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, അത് നേതറ്റം വരെ പോകേണ്ടി വന്നാൽ ആ അറ്റം വരെ പോയിട്ടായാലും വിജയം കൊണ്ടേ നമ്മൾ അടങ്ങുള്ളൂ. ഇന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒരു പോലീസുകാരന്റെ ഔദാര്യമല്ല. പല മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് പോലീസ് വരുന്നു പറഞ്ഞപ്പോ മീറ്റിംഗ് നിർത്തി ഓടിയ കാലമുണ്ട്. ഇനി അത് പേര് വിചാരിച്ച് ഏതെങ്കിലും പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ ഓരോക്കെ ഏത് സ്റ്റേഷനിൽ പണിയെടുക്കണം തീരുമാനിക്കുന്നത് നമ്മളായിരിക്കും. മറക്കണ്ട. ഈ മേഖലയില് ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇറങ്ങി പോകുന്നതിന് മുമ്പേ ക്ഷേമനിധി ആനുകൂല്യവും പെൻഷനും പ്രഖ്യാപിച്ചിട്ടേ പോകുള്ളൂ. അല്ലാണ്ട് ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഉറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒന്നും വെറുതെ കിട്ടുന്നല്ല, ആരുടെ ഔദാര്യമല്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മുടെ ദിവസം, ഇനി അങ്ങോട്ട് നമ്മുടെ കാലഘട്ടമാണ്. അല്ല, നമ്മൾ കോഴിക്കോട് നളന്തയിൽ വലിയൊരു ട്രെയിൻ നടക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേനോ, മണീച്ചൻ കമ്പനിയായുള്ള ഹൈറിച്ചിനെയും ഗിവാൻടെക്കിനെയും പൂട്ടിയില്ലേ? ആർക്കത്ര ഇഷ്ടമായിണ്ടാവില്ല, പൂട്ടിയില്ലേ? നിങ്ങളെ ഇന്നത്തെ ആളുകൾ എന്തു പറഞ്ഞാലും ഒരു ദിവസവും നേരം വെളുത്ത് പത്രം വായിക്കുന്ന സമയത്ത്